ബീഹാറിൽ മൃതദേഹത്തോട് അനാദരവ്. മഹാദളിത് വിഭാഗത്തിൽപ്പെട്ട വയോധികയുടെ മൃതദേഹം റോഡിൽ സംസ്കരിച്ചു. പൊതുശ്മശാനത്തിലേക്കുള്ള വഴി നിഷേധിച്ചതിനെ തുടർന്നാണ് മൃതദേഹം റോഡിൽ സംസ്കരിക്കേണ്ടി വന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ദൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ ജാതി വിവേചനവും ഒക്കെ കഴിഞ്ഞുപോയ കാലമാണ്, കഥകളാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, അതീവ ദാരുണമായ ഒരു സാഹചര്യമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. ബീഹാറിലെ വൈശാലിയിലാണ് ഈ സംഭവം. 91 വയസ്സായ ജബ്കി ദേവി എന്ന വയോധികയുടെ മൃതദേഹം, ഇവർ മഹാദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വയോധികയാണ്. അവരുടെ മൃതദേഹത്തോടാണ് ഈ ഒരു അനാദരവ് ഉണ്ടായത്. അവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി ബന്ധുക്കൾ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവിടെ സംസ്കരിക്കാൻ സമീപത്തുള്ള ഒരു കടയുടമ അനുവദിക്കാതിരിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവരുടെ ബന്ധുക്കളും അത്തരത്തിൽ തന്നെയാണ് ആരോപിക്കുന്നത്. ഈ മൃതദേഹം ശ്മശാനത്തിലേക്ക് കയറ്റാനുള്ള വഴി മുടക്കിക്കൊണ്ട് ഈ കടയുടമ തന്റെ കടയുടെ ഒരു ഭാഗം അവിടെ നിന്ന് മാറ്റാൻ തയ്യാറായില്ല. ഇത് അനധികൃതമായി ഇയാൾ കയ്യേറി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ശ്മശാനത്തിലേക്കുള്ള കവാടത്തിനോട് വഴിമുടക്കിക്കൊണ്ടുള്ള ഭാഗം, അത് ഒരു തരത്തിലും മാറ്റാൻ അയാൾ തയ്യാറാവുകയില്ല. ഇത് കടുത്ത ജാതി വിവേചനത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. തുടർന്ന് പോലീസ് ഉൾപ്പെടെ എത്തിയെങ്കിലും ഇയാളെ മാറ്റാനോ അവിടെ നിന്നും ഈ വഴി മുടക്കിക്കൊണ്ടുള്ള ഇയാളുടെ കട മാറ്റാനോ ഈ മൃതദേഹം പൊതുശ്മശാനത്തിൽ തന്നെ സംസ്കരിക്കാനോ കഴിഞ്ഞില്ല എന്നും പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ല എന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. തുടർന്ന് ശ്മശാനത്തിന് പുറത്ത് റോഡിൽ തന്നെ ഈ വയോധികയുടെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. എന്തായാലും കടുത്ത ആരോപണങ്ങൾ ആണ് ഉയരുന്നത്. ഈ വിഷയത്തിൽ കടുത്ത തോതിലുള്ള പ്രതിഷേധവും ശക്തമാണ് വൈശാലിയിൽ. ശരി, വയോധികയുടെ മൃതദേഹം റോഡിൽ സംസ്കരിക്കേണ്ട അവസ്ഥയുണ്ടായത് പൊതുശ്മശാനത്തിലേക്കുള്ള വഴി തടഞ്ഞതിനെ തുടർന്നാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.